ചാമ്പ്യൻസ് ലീഗിൽ നമ്മൾ മുന്നേറ്റ നിര താരങ്ങളുടെ അല്ലെങ്കിൽ മറ്റുള്ള താരങ്ങളുടെ ഒക്കെ ഒരുപാട് പെർഫോമൻസ് നിരന്തരമായിട്ട് കാണാറുണ്ട്. ചാമ്പ്യൻസ് ലീഗിലല്ല, ഫുട്ബോളിലെ പല ഗെയിമുകളിലും. പക്ഷെ ഗോൾ കീപ്പർമാരുടെ മികച്ച പ്രകടനം ചില ഗെയിമുകളിലേ ഉണ്ടാവുള്ളൂ അല്ലേ. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഒരു മികച്ച പ്രകടനം വന്ന ഒരു ദിവസം ചാമ്പ്യൻസ് ലീഗിൽ പിറന്നിട്ടുണ്ട്. അതായത് ലിവർപൂൾ പ്ലസ് ഈ PSG മത്സരം, അതുപോലെ തന്നെ ബെനഫിക്ക ബാഴ്സലോണ മത്സരത്തിലെ ഗോൾ കീപ്പർമാരുടെ പ്രകടനം. അലിസൺ ബക്കർ, ഷെസ്നി 27 ഷോട്ടുകൾ അടിച്ച PSG-യെ ചെറുത്ത് നിന്ന് അലിസൺ ബക്കർ ഒരു ഗോൾ പോലും തൻ്റെ വലയിലേക്ക് എത്തിച്ചില്ല. 27 ഷോട്ടുകളിൽ 9 ഷോട്ട് ഓൺ ടാർജറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഷെസ്നി 8 ഷോട്ടുകളും ഓൺ ടാർജറ്റിൽ വന്നിട്ട് അദ്ദേഹവും പൊരുതി നിന്നു. വിരമിച്ച് പോയ ആളാ ഷെസ്നി. വീണ്ടും കളത്തിലേക്ക് ബാഴ്സയുടെ ജേഴ്സിയിൽ വന്ന് ഇപ്പോൾ ഇതാ കളിയിലെ ഹീറോയായി മാറി. അതാണ് പവർ, തിരിച്ചുവരവിലെ പവർ കാണിക്കല് അതാണ് അല്ലേ. ഏതായാലും ആലിസൺ ബക്കറിൻ്റെ ഒക്കെ ഈ ഒരു മികച്ച തിരിച്ചുവരവ് അല്ലെങ്കിൽ ഈ ഒരു പെർഫോമൻസ് ഒക്കെ ബ്രസീൽ നാഷണൽ ടീമിന് ഉൾപ്പെടെ ഒരു പ്രതീക്ഷ നൽകുന്നതാണ്. ബ്രസീൽ ടീമിനെന്ന് പ്രഖ്യാപിക്കാൻ പോകുന്നുണ്ട്. ആലിസൺ ഉണ്ടാവും എന്നുള്ളത് അല്ലെങ്കിൽ ഓൾറെഡി ഫിക്സഡ് ആണ്. എങ്കിലും ബ്രസീലിനൊക്കെ നല്ല പ്രതീക്ഷയാണ്. മാത്രമല്ല ലിവർപൂളിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള പ്രകടനങ്ങൾക്കും ഈ ഒരു സ്റ്റാറ്റസ്, ആലിസൻ്റെ ഈ സ്റ്റാറ്റസ് മികച്ചതാണ്. കാരണം അത്രയും മികച്ച പെർഫോമൻസ് കളത്തിൽ മാൻ ഓഫ് ദ മാച്ച് വരെ നേടി ആലിസൺ. 27 ഷോട്ടുകൾ. PSG മികച്ച ഒരു പെർഫോമൻസാണ് PSG മത്സരത്തിൽ കാഴ്ച. കളി കണ്ടവർക്കൊക്കെ മനസ്സിലാവും. നല്ല കളത്തിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചെങ്കിലും ഒരു ഗോൾ തോറ്റു എങ്കിലും അതുപോലെ തന്നെയാണ് ഷെസ്നിയുടെയും നേരത്തെ പ്രകടനം. ഗോൾ കീപ്പർമാരുടെ കയ്യിൽ മത്സരം റിസൾട്ട് കിട്ടിയ മികച്ച 2 ഗെയിമുകൾ നമുക്ക് ഇന്നലെ ചാമ്പ്യൻസ് ലീഗ് റൗണ്ടിൽ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്.